നമ്മൾ കൂടുതൽ അസോസിയേഷൻസിനെയും റെപ്രസെൻറ്റേറ്റീവ് മലയാളി സമാജങ്ങളെയും ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു സംരംഭമാണിത്. And we believe that for the community to grow in a spirit of oneness, I think this will be a small contribution of Mathrubhumi in the community's life in the city. അക്ഷരം അറിഞ്ഞത് തുടങ്ങി ആ പ്രായത്തിൽ മനസ്സിലാക്കി തുടങ്ങിയതാണ് മാതൃഭൂമിയെ. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു സ്വഭാവ രൂപവൽക്കരണത്തിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫോർമേഷനിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പത്രമാണ് മാതൃഭൂമി. यहाँ ही केरला के लोग हम इकट्ठा करेंगे, उनसे मुलाकात होती है, सुख दुख की बात होती है और इससे ही आगे पहचान होकर कई रिश्ते में रिश्ते बन जाते हैं. ഇത്തരത്തിൽ മലയാളത്തെ മറ്റുള്ള മലയാളികൾക്ക് മറുനാടൻ മലയാളികളിലെ മനസ്സിലേക്ക് എത്തിക്കുന്ന നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇന്ന് മാതൃഭൂമിയെ നമ്മൾ കാണേണ്ടത്. വിഘ്നേശ്വര ജന്മനാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. വിഘ്നേശ്വര ജന്മനാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. ശ്രുതി തട്ടി പാടുക പൂങ്കുയിലേ എന്നോ മനുറക്കമായി ഉണർത്തരുതേ, എന്നോ മനുറക്കമായി ഉണർത്തരുതേ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ എല്ലാവരും മറന്നു പോകുന്ന കലാരൂപങ്ങളെയാണ് എപ്പോഴും കേരളത്തിന് പുറത്തു നോക്കി എന്നവർ എപ്പോഴും ഓർമ്മിപ്പിച്ച് അതിനെ കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ തന്നെ അതൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. എപ്പോഴും പുറത്തുള്ള ആൾക്കാരായിരിക്കും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം മാതൃഭൂമി ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷം. കൂട്ടായ്മകളെ എപ്പോഴും നെഞ്ചിലേറ്റി നടത്തുന്ന മലയാളികൾക്കും പുറത്തുനിന്ന മലയാളികൾക്കും വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മീനു ഫാഷൻ ജൂലിയുടെ വകയായിട്ടും അതിൻ്റെ കുടുംബങ്ങളുടെ വകയായിട്ടും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വായനയ്ക്ക് താല്പര്യമുള്ള പ്രവാസികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വളരെ വിഷമം. അത് നിങ്ങൾ ഇവിടെ എത്തിക്കുന്നതോടുകൂടി ഞങ്ങളുടെ പ്രധാന പ്രശ്നം തീർന്നു.
ಎಲ್ಲವಕ್ಕೂ नमस्कार. आई विश यू ऑल सक्सेस. ओके, मुझे यहाँ बुलाया, आप लोगों ने आपके साथ बैठने का थोड़ा मौका दिया. मैं कल आपके साथ था, आज हूँ और कल भी रहूँगा. जय हिंद, जय केरला. ഭാഷയെപ്പറ്റി സംസാരിക്കുവാൻ, സാഹിത്യത്തെപ്പറ്റി സംസാരിക്കുവാനൊക്കെ കേരളത്തിൻ്റെ വെളിയിൽ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെയും നമ്മുടെ ഭാഷ, നമ്മുടെ മലയാള സാഹിത്യം എത്രമാത്രം ശക്തവും വികാരതീക്ഷ്ണവുമാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഭാഷ നമ്മുടേതാണെന്നുള്ള ബോധവും സ്നേഹവും ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുറേ സിനിമയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. ആൾക്കാർ നന്നായി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു. ഒരു ജീവിതത്തിലൊക്കെ പോരെ. ഈ സോഷ്യൽ മീഡിയ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ, അതായത് അച്ചടി വിദ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ സാഹിത്യത്തിനെ, നമ്മുടെ ചിന്തകളെ എല്ലാം മാറ്റിമറിച്ചതുപോലെ ഇത് ഉണ്ടാക്കുന്ന മാറ്റത്തിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? സാധ്യമാക്കാനുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. ഒരു വ്യക്തിക്ക് അങ്ങനെ സാധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. പുസ്തകങ്ങളും നാടകങ്ങളും കൾച്ചർ ഒക്കെ ഉള്ളതൊക്കെയാണ് എന്നെയൊക്കെ ഇങ്ങനെ മറികടന്ന് നമുക്ക് ഇത്രയൊക്കെ ഒരു അർത്ഥത്തിലേക്ക് എത്താൻ പറ്റിയത്, ഇങ്ങനെ സാധിച്ചത്. അത് ഇത്തരം കൂട്ടായ്മയാണ്. ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. I thanks to the Mathribhumi. I thanks to the organization committee, also to the famous personalities from the Malayalam film industries and also the cultural industry, that they have taken keen interest to the particular society, that even though they stay away from their hometown, they get this sort of opportunity to come under the platform of their beloved language, their culture, their foods, their rituals. I want all of you to understand that we are moving with the times. Like any other medium, we realize the potential of or the necessity of changing with the times as we are catering to different target audiences. We had traditional performances like Sopana Sangeetham, Edakka Vismayam, Thayampaka, Nadan Paattu, Theyyam, Panjavadyam, Panjari Melam. ഇവരിൽ പല ഗ്രൂപ്പ്സും ഇവിടെ പെർഫോം ചെയ്തിട്ട് അതിനുശേഷം പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലാർജ് ഓഡിയൻസ് കിട്ടാറില്ല. At this point, you have in Mumbai an audience that appreciates quality, appreciates variety, appreciates traditions. പിന്നെ ഈ കേരള ഫെസ്റ്റിന്റെ പ്രസന്റിംഗ് സ്പോൺസർ ആയുർവേദിക് വില്ലേജ് ശ്രീ ഭൂപേഷ് ബാബു ആൻഡ് ഫാമിലി, അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള കൃതജ്ഞത എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ നമ്മുടെ മറ്റു സ്പോൺസർഷിപ്പ് ചെയ്ത പവർഡ് ബൈ സ്പോൺസർ ഡ്രീമെക്സ് വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ പ്രസാദ്, കോ സ്പോൺസർഷിപ്പ് ചെയ്ത ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സോണൽ മാനേജർ ശ്രീ വേണുഗോപാൽ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന LIC വാശി ചീഫ് മാനേജർ ശ്രീ സുബൽ ദാസ്, കൾച്ചറൽ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്ത ഗുഡ്വിൻ ഗ്രൂപ്പ് സുനിൽ കുമാർ ആൻഡ് സുധീഷ് കുമാർ, ഫുഡ് പാർട്ണർ ഹോട്ടൽ ഡീലക്സ് അവരുടെ പാർട്ണർ ശ്രീ ഫൈസൽ, ശ്രീ അബ്ദുൽ നസീർ, ബുക്ക് എക്സിബിഷൻ സപ്പോർട്ട് ചെയ്ത പിള്ളൈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ശ്രീ വാസുദേവൻ പിള്ളൈ,
ഗൃഹലക്ഷ്മി വേദി സപ്പോർട്ട് ചെയ്ത മീനു ഫാഷൻ ജ്വല്ലറി ഡയറക്ടർ ശ്രീ മോഹൻ നായർ ആൻഡ് മിസ് അശ്വതി. കുക്കിംഗ് കോമ്പറ്റീഷൻ സപ്പോർട്ട് ചെയ്ത പ്രിയം കോണ്ടിമെന്റ്സ് ജനറൽ മാനേജർ ശ്രീ സുനിൽ കൃഷ്ണ ആൻഡ് മിസ്റ്റർ ശ്യാംജിത്ത് എന്നീ സ്പോൺസർമാർക്കും മാതൃഭൂമിയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. മാതൃഭൂമിയും ആയുർവേദിക് വില്ലേജും LICയും ഗുഡ്വിനും ഇതെല്ലാവരും കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ 10 ദിവസം ഇവിടെ വന്നിട്ട് കേരള ഫെസ്റ്റ് എന്ന രീതിയിൽ മാതൃഭൂമി അറേഞ്ച് ചെയ്ത ഈ പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഇവിടുത്തെ മറുനാടൻ മലയാളി എന്ന രീതിയിൽ ഞാൻ നന്ദി പറയുകയും ഈ കാര്യങ്ങൾ നടത്താൻ മാതൃഭൂമി കാണിച്ച തൻ്റെടത്തോടുകൂടി ഈ തൻ്റെടത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വർഷവും ഞങ്ങൾ ഇതേ സമയം നിങ്ങൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യും, നിങ്ങളെ തുറക്കും.